ഹലോ ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെറും 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു കപ്സ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ബിരിയാണിനേക്കാളും കുഴിമന്തിനേക്കാളൊക്കെ ഒരു പിടി കൂടി മുന്നിൽ നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. എങ്ങനെ തയ്യാറാക്കുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് അരിഞ്ഞത്. അതുകൂടാതെ 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അരത്തൂട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വലിയ കട്ടയുടെ പകുതി. ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ഒരു കറുവപ്പട്ട ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ കഷ്ണം, അതുപോലെ തക്കോലം ഉണ്ടെങ്കിൽ തക്കോലം ഒരല്പം ചേർക്കുക. പിന്നെ 3 ബേ ലീവ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ 3 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പു കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയായിട്ട് തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇത്തിരി ബെറ്റർ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇനി പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നത് നല്ലതായിരിക്കും. നല്ല മണമൊക്കെ നന്നായിട്ട് വരുന്നതിന് സഹായിക്കും. അപ്പോൾ ഞാനവിടെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയുടെ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് നമ്മൾ വഴറ്റില്ലേ, അതുപോലെ വഴറ്റാം. അതിനുശേഷം നമ്മുടെ കപ്സയുടെ മസാലപ്പൊടി, ബേക്കേഴ്സിൻ്റെ കപ്സയുടെ മസാലപ്പൊടി ഉണ്ടായിരുന്നു. 100 ഗ്രാമിന് 80 രൂപയാണ് കേട്ടോ വില. അതൊരു 3 ടേബിൾ സ്പൂൺ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിവിടെ ഒരു 6 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 3 തക്കാളി നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് അന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് നല്ല തിക്കാവണം. അതുപോലെ തന്നെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ബാലൻസിൽ തക്കാളി കഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോഴേക്കും പറയാൻ വിട്ടുപോയി, നമ്മൾ ഒരല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പൊക്കെ ഇടുക. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ 750 ഗ്രാമോളം ചിക്കൻ കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ പല പ്രാവശ്യം കഴുകി എടുത്തതാണ്. വേറെ മസാലകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിക്കനിൽ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ കൂടി ഇറങ്ങിയിട്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊന്നും അധികം പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് എടുത്ത് മാറ്റാം. മുഴുവൻ കഷ്ണങ്ങളും എടുത്ത് മാറ്റേണ്ട, 2 കഷ്ണങ്ങൾ അതിൽ കിടന്നോട്ടെ. അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കനിൽ നന്നായിട്ട് ആ എരിവൊന്നും കയറി പിടിക്കത്തില്ല. അതുകൊണ്ട് അപ്പം വെള്ളം ഒഴിക്കാൻ കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കപ്സയുടെ മസാല ഇറക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മുടെ 3 ഗ്ലാസ് ബിരിയാണി റൈസാണ് എടുത്തേക്കുന്നത്. സാധാരണ റൈസ്, നിങ്ങളിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, കുഴപ്പമില്ല. അത് ഏതായാലും 1 മണിക്കൂറോളം നന്നായിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി റൈസ് എടുക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിലായിട്ടായിരിക്കും ഈ വെള്ളം ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി നമ്മുടെ ബിരിയാണി റൈസൊക്കെ കാണാറാവുന്ന സമയത്ത് നമ്മുടെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ റൈസിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തന്നെ കാണാൻ പറ്റും. ഈ സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ നെയ്യ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ റൈസ് അധികം കട്ട കൂടത്തില്ല. നമ്മളൊക്കെ അറിയാലോ, ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കട്ട കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാനിൽ നമ്മുടെ ചിക്കൻ 1 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. 1 മിനിറ്റ് ഒരു സൈഡ് ഇരിക്കാൻ മതി, അത്രത്തോളം മതി. ഇതാ നമ്മുടെ കപ്സയിലെ വെള്ളമൊക്കെ ഒരു നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഈ സമയത്ത് കുക്ക് ചെയ്യണേ. പ്രത്യേകം ശ്രദ്ധിക്കാം. നന്നായിട്ട് നമ്മൾ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ അപ്പുറത്ത് ഇതിൽ നിന്ന് നന്നായിട്ട് ഫ്രൈയും ആയി വരുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ചിക്കനും ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 8 കഷ്ണത്തോളം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 കഷ്ണം നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ്റെ. ഇനി നമുക്ക്
കപ്സയിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വേവിച്ച ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ട് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മുടെ കപ്സ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മുടെ കപ്സയും ആ ചിക്കൻ കഷ്ണം കൂടി മാറ്റാം. ഒപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ചിക്കൻ കഷ്ണം കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് അലങ്കരിച്ചും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഈസിയായ കപ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഈ ചിക്കൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് വെറുതെ ആയാലും കപ്സ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. കാരണം ആ മസാലയൊക്കെ കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.